അടിപൊളി പടം, ഒരു രക്ഷയില്ല. ധനുഷിന്റെ ഡയറക്ഷനൊക്കെ സൂപ്പർ ആയിരുന്നു, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ. ഉണ്ട്, നല്ല അത്യാവശ്യം നല്ല വയലൻസ് ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. കാര്യം ധനുഷിന്റെ 50ാമത്തെ സിനിമ കിടക്കിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, BGM ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഫൈറ്റ് ആയിരുന്നാലും ആക്ഷൻ എല്ലാം അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. വയലൻസ് ഉണ്ട്, എന്നിരുന്നാലും നമ്മളെ കില്ലിന്റെ അത്രയില്ല. എന്നിരുന്നാലും കുഴപ്പമില്ല, കാണാം, അടിപൊളിയായിട്ടുണ്ട്. അവർണയ്ക്കല്ല, അവന്റെ ധനുഷിന് സൗകര്യമായിട്ട് ഒരാൾ അഭിനയിച്ചു, അത് പക്ക അടിപൊളിയായിട്ടുണ്ട്. എടുത്തു പറയാൻ എന്താ പ്രോബ്ലം? ആക്ഷനായിരുന്നു, നല്ല ആക്ഷനായിരുന്നു, കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. സെക്കൻഡ് ഹാഫ് പോരാ, ഒരു ബലമില്ല സെക്കൻഡ് ഹാഫ്. ഒരുപാട് ട്വിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും ആ ഒരു ഇമ്പാക്ട് ഇല്ല. ഫസ്റ്റ് ഹാഫ് ഇന്റർവ്യൂവിൽ വരെയൊക്കെ അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ധനുഷ് എങ്ങനെയുണ്ട്? ധനുഷിന്റെ ഒരു വെറൈറ്റി, അസുരൻ അതേപോലെയൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ സെക്കൻഡ് ഹാഫ് ഒരു ബലം തോന്നിയില്ല. രാഷ്ട്രീയം വയലൻസ് നല്ല വയലൻസ് മാത്രം ഉണ്ടായ കാര്യമില്ല, ഒരു ബേസ് കഥയുണ്ട്, പക്ഷെ അങ്ങോട്ട് ഒരു ഇമ്പാക്ട് ഇല്ല സെക്കൻഡ് ഹാഫ്. ധനുഷ് മാസ് പടം കൊള്ളാം. എന്ന് വെച്ചാൽ ധനുഷിന്റെ ഫസ്റ്റ് ടൈം അല്ലേ ഡയറക്ഷൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഒരു എബോ ആവറേജ് പടമാണ്. എന്നാലും എക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിച്ചിട്ടൊന്നും പോകണ്ട, എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയാൽ എല്ലാവർക്കും നല്ല വയലൻസ് ഒക്കെ അത്യാവശ്യം വയലൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഓരോ ഫ്രെയിം ഒക്കെ ആണെങ്കിൽ ധനുഷിന്റെ ഫസ്റ്റ് പടമല്ലേ, അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷനിൽ പോയാൽ മതി, അതിൽ കൂടുതലൊന്നും വെക്കണം. സെറ്റ് நல்லா இருந்துச்சு, ஆக்டிங் நல்லா இருந்துச்சு, ആക്ഷൻ സീൻസ് ഒക്കെ ഇന്റർവ്യൂ മുഴുവൻ நல்லா இருந்துச்சு, 3 പേര് ശാന്തവർ நல்லா இருந்துச்சு. ചേട്ടാ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കും. എന്താ എടുത്ത് പറയാൻ? ധനുഷൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, വേറെ ഒരു ധനുഷ് സ്റ്റൈലുള്ള പടം.